ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കുഞ്ഞു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ രാവിലെ തന്നെ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളോട് തന്നെ തുടങ്ങാം കേട്ടോ. ഇന്ന് കുഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് വ്ളോഗാണ് കേട്ടോ. രാവിലത്തെ മോർണിംഗ് വ്ളോഗ് എന്ന് പറയാൻ പറ്റില്ല, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വ്ളോഗ് അത്രേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ നമ്മുടെ ദോശമാവ് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് റൈസ് കുക്കറിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അഥവാ പൊങ്ങി വന്നില്ലെങ്കിലോ വിചാരിച്ചിട്ട്. അപ്പോൾ അത് കുറച്ച് അരിയെ കൂട്ടി വെച്ചിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഇതെന്താ അതിൽ വെച്ചിട്ടും പൊങ്ങി വരാത്തതെന്ന് വിചാരിക്കേണ്ട. മാവ് ഇതായിട്ടുണ്ട് കേട്ടോ, പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്കുള്ള ഉപ്പൊക്കെ ഇട്ടുങ്ങാണ്ട് അതൊന്ന് റെഡിയാക്കി എടുക്കാമെന്ന്. അപ്പോൾ അധികം അപ്പത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മൾ അപ്പത്തിനും ദോശക്കും ഒക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ പറയുക, അപ്പം തന്നെയാണ് പറയുക. രണ്ടും രണ്ടാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്താണ് വ്യത്യാസം എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അത് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ മക്കൾസ് രണ്ടാളും എണീറ്റിട്ടുണ്ട്. സാധാരണ ഈ നേരത്തൊന്നും ആരും എണീക്കാറില്ല. ഇന്ന് കുറച്ച് നേരത്തെ കിച്ചണിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഒരു 7 മണി ആ ഒരു ടൈമിലേക്ക് കയറിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു 8:30 8:45 ചിലപ്പോൾ 9 മണിയൊക്കെ ആവും കേട്ടോ കിച്ചണിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കയറുമ്പോൾ. അപ്പോൾ അങ്ങനെ ദോശമാവ് ഞാൻ റെഡിയാക്കിയിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ കിഴങ്ങ് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. സിമ്പിളായിട്ടുള്ളൊരു കിഴങ്ങ് കറിയാണ്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് പുതുതായിട്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. ഒരുപാട് സന്തോഷം കേട്ടോ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ കുക്കിംഗ് വീഡിയോസും വ്ളോഗും അങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത കുഞ്ഞു വ്ളോഗുകളൊക്കെ ആയിട്ടാണ് കേട്ടോ നമ്മൾ വീഡിയോ ചെയ്യാറ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അതൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ് കേട്ടോ. ഇനിയിപ്പോൾ കിഴങ്ങൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടത് കിഴങ്ങും ഒരു സവാളയും പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളിയും പിന്നെ എരിവിന് ആവശ്യമായിട്ട് ഒരു പച്ചമുളക് കേട്ടോ. കുക്കറിൽ വേവിക്കുന്നത് കാരണം ഞാൻ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. കാരണം അത് കുത്തി ഉടക്കും കേട്ടോ, നമ്മൾ സ്മാഷ് ചെയ്തെടുക്കും. അപ്പോൾ അത് കാരണം ആ പച്ചമുളക് നല്ല എരിവുണ്ടാവും കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സവാളയും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ തക്കാളിയോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. ഈ ഒരു സവാളയും അതുപോലെ തന്നെ പൊട്ടറ്റോ ഉരുളക്കിഴങ്ങുണ്ടല്ലോ അത് മാത്രം മതി. ഇനിയിപ്പോൾ കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ കിഴങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ സവാളയും അതുപോലെ തന്നെ വെളുത്തുള്ളി ഉണ്ടല്ലോ അതൊന്ന് കുത്തിയിട്ടോ അല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടോ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു പച്ചമുളക് കൂടെ ഒന്ന് കീറിയിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പഴുത്ത മുളകാണ് കേട്ടോ, പച്ചയല്ല പഴുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വിസിലടുപ്പിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ അത് ഞാൻ ഇതിലാട്ടോ വെക്കുന്നത്, കറണ്ട് അടുപ്പുമ്പോൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ചുടാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ അപ്പം ചുടാൻ ചട്ടി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി മാവ് കൂട്ടി വെച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൽ നമുക്കിനി ബാക്കിയുള്ള അപ്പം കൂടെ ചുട്ടെടുത്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികൾ കഴിയും കേട്ടോ. അപ്പോൾ പുതിയ വീട്ടിലേക്ക് വന്നിട്ട് ഞാൻ ആയിട്ടാണ് കേട്ടോ ദോശയും വെള്ളപ്പമൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ തറവാട്ടിൽ നിന്നായിരുന്നു അന്ന് ഇതേപോലെ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പേര് പുറത്തൊക്കെ പോകുമ്പോൾ അതേമാതിരി അറിയുന്നവരാണെങ്കിലും ഇങ്ങനെ കളിയാക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പമൊന്ന് മാറ്റി പിടിച്ചുകൂടെ, എന്നും അപ്പമാണോ, അപ്പമൊന്ന് വേറെ എന്തെങ്കിലും ഉണ്ടാക്കിക്കൂടെ, ദിവസവും അപ്പം തന്നെയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കാറുണ്ടായിരുന്നു. നമ്മൾ ഒരു ജോയിൻറ്റ് ഫാമിലിയിലാവുമ്പോൾ എല്ലാവരുടെയും കൂടെ ഇഷ്ടം നോക്കിയിട്ട് അങ്ങനെ ആണ് കേട്ടോ ഉണ്ടാക്കാറ്. പിന്നെ സ്കൂളുള്ള ദിവസം ഏറ്റവും കൂടുതലും നമുക്ക് സമയം ചിലവാകാതെ കിട്ടുന്നത് ഈ ദോശ ഉണ്ടാക്കുമ്പോഴെല്ലാം. അപ്പോൾ ഇപ്പോൾ എന്തായാലും വെറൈറ്റി കടികളൊക്കെ ആയിട്ട് ദിവസം ഓരോന്നായിട്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പോഴും ഉണ്ടാക്കാറുണ്ടായിരുന്നു. ചപ്പാത്തിയോ പൂരിയോ അതുപോലെ തന്നെ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയിരുന്നത് ദോശയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ദോശ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ചട്ടിയൊക്കെ മയങ്ങി വന്നിട്ട് ഇപ്പോൾ ആദ്യമായിട്ട് ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല പോലെ തന്നെ കിട്ടുന്നുണ്ടായിരുന്നു. ഞാൻ എണ്ണയൊക്കെ ഒഴിച്ചിങ്ങാണ്ട് ചട്ടി മയക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ
അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ അയാനക്കുട്ടൻ്റെ വോയിസ് കൂടി ഉണ്ടാവും കേട്ടോ, കാരണം ആളും കൂടെ തന്നെ ഉണ്ട്. എത്ര മിണ്ടായിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാലും അപ്പോൾ കൂടുതൽ സൗണ്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അതായത് ഞാനൊന്ന് സ്മാഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം അധികമായി പോയിട്ടുണ്ട് കേട്ടോ, പക്ഷേ അത് കിഴങ്ങല്ലേ, കുറച്ച് കഴിയുമ്പോൾ നല്ല കുറുകി വന്നിട്ട് വരും കേട്ടോ. അപ്പോൾ അത് നല്ല നമ്മുടെ പൂരി മസാലേൻ്റെ ആ ഒരു ഇതാണ് കേട്ടോ. ഞാൻ ഈ ഒരു രീതിയിലാണ് പൂരിയുടെ മസാല ഉണ്ടാക്കാറ്. അതിന്ന് കുറച്ച് വെള്ളം ഒഴിച്ചത് അധികമായി പോയി എന്നുള്ളൂ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അത് നല്ല പോലെ തന്നെ കുറുകി വന്നിട്ടുണ്ടായിരുന്നു കിഴങ്ങായതുകൊണ്ട്. പിന്നെ ഇനിയിപ്പോൾ അതാ നമ്മുടെ കുഞ്ഞു ചട്ടിയിൽ എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്, കടുകിട്ട് പൊട്ടിച്ചു. പിന്നെ ഇനിയിപ്പോൾ അതാ കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതൊന്ന് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് നമ്മുടെ കറി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതവിടെ കിടന്നിട്ട് അധികം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. മൺചട്ടിയിലാവുകൊണ്ട് ആ ചൂടോട് കൂടി കുറച്ച് നേരം കിടന്ന് തിളക്കും നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്താലും. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നല്ല കട്ടൻ ചായയും അതുപോലെ ദോശയും പിന്നെ കിഴങ്ങ് കറി കേട്ടോ. അപ്പോൾ ഇനി മക്കൾസും രാവിലെ തന്നെ എണീറ്റ് കാരണം ഇനിയിപ്പോൾ അധികം നേരമൊന്നും വെയിറ്റ് ചെയ്യൂല കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ച് തന്നെയാണ് കഴിക്കുന്നത്. ചിലപ്പോൾ ഞാൻ ആദ്യം അവർക്ക് വാരിക്കൊടുക്കും, എന്നിട്ട് പിന്നെ ഞാൻ കഴിക്കും. ഇന്നിപ്പോൾ എല്ലാവരും ഒന്നിച്ച് തന്നെയാണ് കഴിക്കുന്നത്. അയാനക്കുട്ടി അപ്പുറത്തുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പിന്നെ കൂടുതലായിട്ടൊന്നും ഷൂട്ടാക്കിയിട്ടില്ല. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നേരത്തെ പറഞ്ഞ പോലെ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെ ആരെങ്കിലും പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്